കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ലീം 10 വർഷം ടൈം ട്രാവൽ ചെയ്ത് 2025 വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവനും കണ്ണു തുറക്കുമ്പോൾ ഒരു കോടതിയിലാണ് ഉണ്ടായിരുന്നത്. ജഡ്ജായിട്ട് 2025 ഒരു വീട്ടിൽ ഇയാൾ കയറിയിട്ട് മോഷ്ടിക്കാനായി ശ്രമിച്ചു. ഇവനും കിളി പോയി ഇരിക്കുന്നത് കണ്ട് പ്രോസിക്യൂട്ടറും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ഒരുപാട് തവണ ജഡ്ജിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് ശരിക്കും അവന് ബോധം വരുന്നത്. ഞാനിതിപ്പോ എവിടാണ് എന്ന് പറഞ്ഞ് ഇവന് പേടിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഇവനെ നോക്കുന്നുണ്ട്. ഇവനെ പതുക്കെ ആ സീറ്റിലും കയറിയിരിക്കുന്നുണ്ട്. ഇവനെ നോക്കുമ്പോ എന്റെ ആദ്യത്തെ ട്രയലിന്റെ പ്രോസിക്യൂട്ടർ ആയിരുന്നല്ലോ ഇവൻ, ഇത് കഴിഞ്ഞില്ലേ? അവിടെ പ്രതിയായിട്ടിരിക്കുന്ന ജിൻ എന്ന ആളുടെ വക്കീല് സംസാരിക്കുന്നുണ്ട്. ഇയാള് കുറ്റക്കാരൻ തന്നെയാണ്, വിശന്നത് കൊണ്ട് ഇയാള് ഭക്ഷണം മോഷ്ടിച്ചതാണ്, ഈ കുറ്റമെല്ലാം അവൻ ഏറ്റെടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവനും പറയുന്നുണ്ട്. ജിന്നോ, ഇവനാണോ അത് എന്ന് പറഞ്ഞ് അവനെയും ചീത്ത വിളിച്ച് അവന്റെ അടുത്തേക്കും ഇവൻ ഓടി വരുന്നുണ്ട്. ആ സംഭവിച്ചതിനു ശേഷം രാത്രി കാലങ്ങളില് ഞാൻ ഉറങ്ങിയിട്ടില്ല നിന്നെ കാരണം. അവന്റെ പ്രോസിക്യൂട്ടറും നിങ്ങൾ എന്തിനാ അവനെ അടിക്കുന്നത്? അവനെ കുറിച്ച് ഫുഡ് മോഷ്ടിച്ചതിനാണോ? ഫുഡോ മോഷണോ? നിങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ സൗണ്ട് എന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? നിക്ക് ഞാനൊരു കാര്യം പറയാം. ജിൻ, നീ എന്റെ കണ്ണിലേക്ക് നോക്ക്. അവന് നോക്കുന്നുണ്ട്. അവനും ലീയെ നോക്കി കരയുന്നു. ഞാൻ തെറ്റ് ചെയ്തു. അതെ, നീ തെറ്റ് ചെയ്തു. നിനക്ക് ഞാൻ മരണശിക്ഷ വിധിക്കുകയാണ്. ഇത് കേട്ട് പ്രോസിക്യൂട്ടർ ഞെട്ടുന്നുണ്ട്. ഒരു സാധാരണ മോഷണ കേസിൽ മരണശിക്ഷയോ? ഇവനും അവിടെ കിടന്ന് വല്ലാണ്ട് ചിരിക്കുന്നുണ്ട്. എത്രത്തോളം നിന്നെ ശിക്ഷിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണെന്ന് നിനക്കറിയാമോ? എല്ലാവരും ഇവനെ ഒരുമാതിരി നോക്കുന്നത് കണ്ട് ഇവനും കുറച്ച് ശാന്തമാകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഒന്നും അറിയാത്തതുപോലെ നടന്നു പോകുന്നു. ഇവന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഓടി നടക്കുന്നുണ്ട്. ഇത് നരകമായാലും സ്വർഗമായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ഇത് ശരിക്കും നരകമാണോ? ശരി, എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് അവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഇവനും ആ കോടതിയിൽ മുഴുവൻ ഓടിക്കളിക്കുന്നുണ്ട്. എന്നിട്ട് വാഷ്റൂമിലേക്ക് പോകുന്നു. ഇത് ശരിക്കും നരകം തന്നെയാണ്. മരിച്ചതിന് ശേഷം റെസ്റ്റ് റൂമിലേക്ക് വരാനായിട്ട് സാധിക്കോ? ഇതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഇവനും കണ്ണാടിയിലേക്ക് നോക്കുന്നത്. കാണുമ്പോ അവനൊന്ന് ഞെട്ടുന്നുണ്ട്. ഇതെന്താ ഞാനീ കാണുന്നത്? മരിച്ചതിന് ശേഷമുള്ള സൗകര്യങ്ങളും മറ്റുമാണോ? എന്റെ കണ്ണാടി അത് 10 വർഷം മുന്നേ ഉള്ളതാണല്ലോ. അവന് ഫോൺ എടുത്ത് നോക്കുമ്പോ അത് 2025 ആണ് എന്നുള്ള കാര്യം ഇവനും മനസ്സിലാക്കുന്നുണ്ട്. എന്തോ ആവട്ടെ എന്ന് അവനും ചിന്തിക്കുന്നുണ്ട്. ഇവനും കണ്ണാടിയിൽ നോക്കി ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ആ സമയം ഇവന്റെ തലക്കിട്ട് ഒരാൾ അടിക്കുന്നുണ്ട്. ഇതിപ്പോ 2025 ആണെങ്കിൽ ഇയാള് എന്റെ സുപ്പീരിയർ അല്ലേ? ആളും ഇവനെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തൊക്കെയാ കാണിച്ചത്? മോഷണ കുറ്റമായിട്ട് വന്ന പ്രതിക്ക് വധശിക്ഷയാണോ വിധിക്കുന്നത്? നീ എന്താ അവിടെ കാണിച്ചു കൂട്ടിയെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എല്ലാവരോടും സമാധാനം പറയേണ്ടത് ഞാനാണ്. ഇത് നിന്റെ ആദ്യത്തെ ട്രയൽ അല്ലേ? നിനക്ക് പേടിയുണ്ടായിരുന്നോ? അവൻ സീരിയൽ കില്ലർ ഒന്നും തന്നെ അല്ലല്ലോ, പിന്നെന്തിനാ നീ ഇങ്ങനെ വിധിച്ചത്? അവൻ സീരിയൽ കില്ലർ ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒന്നും മിണ്ടാതിരിയടാ, എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. നിന്റെ ആദ്യത്തെ കേസ് അവസാനത്തെ കേസ് ആകുമായിരുന്നു. ഇത് ശരിക്കും 2025 ആണോ? യഥാർത്ഥമാണോ? ഇവനും അവിടെ കിടക്കുന്ന ഒരു ഓർഡറും പരിശോധിക്കുന്നുണ്ട്. അതിൽ 2025 എന്നാണ് ഡേറ്റും എഴുതിയിരിക്കുന്നത്. ഇവനും ആ ഒരു പേപ്പറുകളും കളക്ട് ചെയ്യുന്ന സമയം ഇവന്റെ കൂട്ടുകാരനെയും വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. ലിയോട് ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്ന ക്രൂരത ഇവന് ഓർക്കുന്നുണ്ട്. ഇവന്റെ അച്ഛനെ കൊണ്ടുപോയതും ഇവന്റെ പണം തട്ടിയെടുത്തതും ആ ഒരു ടാബ്ലറ്റ് കൊടുത്തതും ഇവനോടും ലീക്ക് നന്നായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവനും ആ കൂട്ടുകാരനെ ഇടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവനൊരു കാര്യം ഓർക്കുന്നത്. ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിനക്കിതെന്താ പറ്റി? നീ ഓക്കെ അല്ലേ? നീ സഹായിച്ചതില് എനിക്ക് നിന്നോട് നന്ദി പറയാനായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അവനും ചുറ്റുമാകെ നോക്കുന്നുണ്ട്. ഞാനിതിപ്പോ എന്താ ചെയ്യാ? എന്റെ അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം. അവനും അവന്റെ അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ബിസിയായ എന്റെ മകൻ എന്തിനാ എന്നെ വിളിച്ചത്? അമ്മയുടെ ശബ്ദം കേട്ടതും അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എനിക്ക് അമ്മയുടെ ശബ്ദം കേൾക്കണമെന്നുണ്ടായിരുന്നു. അമ്മ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടോ? അതൊക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ. ആരെ വിളിക്കുന്നത്? ഇത് സ്കാമോ മറ്റോ ആണോ? ഇതുപോലുള്ള കുറ്റം ചെയ്യാതെ മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കൂ. ഇതെന്റെ മകനൊന്നുമല്ല എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്യുന്നുണ്ട്. ഈ ആസ്മരുകാരൊക്കെ ഇവൻ എന്തായി പറയുന്നത്? ഈ സമയം അവർക്ക് ആസ്മ വരികയോ ഇൻഹേലർ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അവൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. അമ്മയും ഇവനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. നീ ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ലെന്ന് അവനും. എന്തുപറ്റി? എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ അവനും പറയുന്നുണ്ട്. ഇവനും എസ് ഗ്രൂപ്പിനെ പറ്റി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ചെയർമാൻ കാരനാണല്ലോ ഇവൻ ഈ ഗതി വന്നിട്ടുണ്ടായിരുന്നത്. 2025 എസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഈ ടെസിക് ആയിരുന്നില്ല, ആളുടെ അച്ഛനായിരുന്നു. ഇപ്പോഴും കള്ളപ്പണവും അഴിമതിയും ഒക്കെ തന്നെയാണ് അവിടെ നിന്നും റിപ്പോർട്ട് ആകുന്നത്. പക്ഷേ എല്ലാ തവണയും അവര് രക്ഷപ്പെട്ടു പോകാറുണ്ട്. ആ ഒരു ചീഫ് ജഡ്ജിനെ പറ്റിയും അവൻ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അവൻ ഇതുവരെ ആ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? കൃത്യം 10 വർഷം ഞാൻ പുറകിലോട്ട് വന്നിട്ടുണ്ട്. അവനൊരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഒരു തവണ കൂടി അവനൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് അവനായിട്ട് തന്നെ ജീവിക്കാൻ. മറ്റുള്ളവര് പറയുന്നത് കേൾക്കാതെ സ്വന്തമായ തീരുമാനങ്ങൾ എടുത്ത് ഈ ജീവിതം ജീവിക്കണം. എന്തായാലും എന്റെ ആദ്യത്തെ കേസ് അജിൻ, അവന്റെ കാര്യം എനിക്ക് നോക്കണം. അപ്പോഴാണ് ഇപ്പോഴും അവനൊരു കാറ് വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുന്നത്. അത് വലിയ കഷ്ടമാണല്ലോ എന്ന് അവനും പെറുപിറക്കുന്നു. അപ്പോഴാണ് ജോൻഹോ എന്ന ഫ്രണ്ടിനെ കുറിച്ച് അവനും ആലോചിക്കുന്നത്. അവന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ജോൻഹോ. നിന്നെ പറ്റിയാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സംസാരിക്കുന്നത്. ഒരുത്തൻ വിശന്നിട്ട് ആഹാരം മോഷ്ടിച്ചതിന് നീ മരണശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ലീം, നിനക്ക് അവനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ആൾക്കാർ നിന്നെ സൈക്കോ ജഡ്ജ് എന്നാണ് വിളിക്കുന്നത്. അതൊക്കെ പോട്ടെ, എനിക്കിപ്പോ ഒരു കാറ് വേണം. നിനക്കിത് എന്ത് പറ്റി? ഇന്നലെ നീ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചതല്ലേ, മറന്നുപോയോ? ഒരു സെക്കൻഡ് ഹാൻഡ് കാറിനെ പറ്റി
പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോഴാണ് അവനും അത് ശരിയാ, ഞാനിത് നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നൊക്കെ മാറ്റി പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ ജോൺ ഹോയും കുറച്ച് ആൾക്കാരെ ഇടിച്ചിട്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ കാണിക്കുന്നത്. ഇനി എന്റെ ടർഫിലേക്ക് വന്നാ നിനക്ക് ശരിയാക്കുമെന്ന് പറഞ്ഞ് അവനും പോകുന്നുണ്ട്. ശേഷം ലീയും ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവന്റെ അടുത്ത് മോഷണ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു ആളിനെയും ഇവൻ മരണശിക്ഷ നൽകി വിധിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ശരിക്കും ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. 3 പേരെയാണ് അയാൾ അന്ന് കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനന്ന് മോഷണക്കുറ്റം ആരോപിച്ച് എന്റെ അടുത്തേക്ക് വന്ന സമയം കരഞ്ഞു കാണിച്ചത് കൊണ്ട് തന്നെ ഞാൻ അവനെ വെറുതെ വിട്ടേക്കുകയാണ് ചെയ്തത്. അന്ന് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. ഒരുപാട് നാളാണ് എനിക്ക് അതോർത്ത് ഉറക്കമില്ലാതിരുന്നത്. ഒരു ചെറിയ കുട്ടിയും കാണിക്കുന്നുണ്ട്. ആ കുട്ടിയെ അവനും കൊല്ലുകയാണ് ഉണ്ടായിരുന്നത്. അത് നടക്കാനായിട്ട് പാടില്ല. ആ സമയം അവിടേക്ക് പ്രോസിക്യൂട്ടർ എത്തുന്നുണ്ട്. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനിവിടെ സൈറ്റ് ഇൻസ്പെക്ഷന് വന്നതാണ്. ആ കേസ് നടന്ന സ്ഥലം അങ്ങറ്റത്തുള്ള ബിൽഡിംഗ് ആണ്. ഇവരും അവിടേക്ക് പോകുന്നുണ്ട്. ആ വാതിലെ തുറക്കാനുള്ള താക്കോൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ലീയും അവിടെയുള്ള ഒരു ജനാല തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്ന സമയം പ്രോസിക്യൂട്ടറും അവനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇവരും ആ വീടിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ലീയും വേഗം പോയി ഒരു ഫ്രിഡ്ജിനടുത്തേക്ക് നിൽക്കുന്നുണ്ട്. അവിടെ ബോഡി എന്തോ ഉണ്ടെന്നാണ് ഇവന്റെയും വിചാരം. അങ്ങനെ ഇവനും അത് തുറക്കുമ്പോ അതിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്ത ഡോറ് തുറക്കുമ്പോ അതിനകത്ത് എന്തോ കണ്ട് ഇവര് പേടിക്കുന്നുണ്ട്. അത് ബോഡി ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവരും അത് നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവര് വിചാരിച്ചതുപോലെ ബോഡി ഒന്നും ആയിരുന്നില്ല അത്. നീ എന്താ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കിയത്? അതിനില്ലേ ശരിക്കും അത് ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവൻ സീരിയൽ കില്ലർ ആണ് എന്നുള്ളതിന് എനിക്ക് തെളിവ് വേണം. അവന്റെ 3ാമത്തെ കൊലപാതകം നടന്നിരിക്കുന്നത് ഒരു വീട്ടില് അതിക്രമിച്ച് കയറിയതിന് അറസ്റ്റിലാകുന്നതിന് 3 ദിവസം മുന്നേ ആണ്. ഒരു ഫ്രിഡ്ജിൽ നിന്നിട്ടായിരുന്നു വിക്ടിമിന്റെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് അവനൊന്നും തന്നെ കണ്ടുകിട്ടുന്നില്ല. പ്രോസിക്യൂട്ടറും ഇവനെ വിളിക്കുന്നുണ്ട്. ആ സമയം ഇവനെ നോക്കുമ്പോ തറയില് കുറച്ച് ബോട്ടിൽസ് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ബോഡി മറ്റെവിടേക്കോ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇവനും കരുതുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബോട്ടിലിന്റെ പിക്ചേഴ്സും അവൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലീനിങ്ങിന് വേണ്ടി മറ്റും ഉപയോഗിക്കുന്നതാണ്. അവനും സീരിയൽ കില്ലർ ആണ് എന്നുള്ള കാര്യം പ്രോസിക്യൂട്ടറിന് അറിയില്ല. ഇവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നിങ്ങൾ ഈഗിൾസ് ഫാൻ ആണല്ലേ? അവിടെ ഒരു മത്സരവും നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈഗിൾസ് ആണ് ജയിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു മത്സരത്തിന്റെ ഡീറ്റെയിൽസ് അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ വെറുതെ ഓരോന്ന് പറയരുതെന്ന് ഇവന് വിലക്കുമ്പോ ബെറ്റുണ്ടോ? ബെറ്റിൽ ജയിക്കുന്നവർക്ക് ഒരാഗ്രഹം സാധിച്ചു കൊടുക്കണം. ഇവനും ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. മോഷണക്കുറ്റം മാത്രമാണ് ആ ഒരു ജിന്നിന്റെ പേരില് എടുത്തിട്ടുണ്ടായിരുന്നത്. 3ാമത്തെ വിക്ടിമിന്റെ ബോഡി ഏതൊരു ഫ്രിഡ്ജിൽ നിന്ന് മാത്രമാണ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കേസ് ഫയൽ ഞാൻ ഇനി വായിച്ചിട്ടുണ്ടായിരുന്നത് ശരിയല്ലായിരുന്നോ? സൈറ്റ് ഇൻസ്പെക്ഷന്റെ ഫോട്ടോയും മറ്റും ഞാൻ കണ്ടതായിരുന്നല്ലോ. അവനും അത് ആലോചിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി പോകുന്നുണ്ട്. ഇവന്റെ ചീഫും രാവിലെ ഓഫീസിലേക്ക് വരുന്ന സമയം ലീയും ഓഫീസിൽ കിടന്ന് ഉറങ്ങുന്നതാണ് അയാളും കാണുന്നത്. ഇവനും ലീയെ വന്ന് നോക്കുന്നുണ്ട്. ആ സമയം ഇവന്റെ ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട്. ഇവൻ ഇവിടെ തന്നെയായിരുന്നോ രാത്രി മുഴുവൻ ഉണ്ടായിരുന്നത്? മറ്റേ മോഷണ കേസിലെ പ്രതിയില്ലേ ജിൻ, അവനോട് ഇവൻ എന്താ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്? നിങ്ങള് ഒരേ പ്രായക്കാരല്ലേ? അതേന്ന് അവനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എന്നെ വന്ന് കാണാനായിട്ട് പറയാനായി ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ലീയും ഉണർന്നിട്ടുണ്ടായിരുന്നു. നീ ഇവിടെയാണോ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്? നിന്നെ ചീഫ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും ചീഫിന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. എല്ലാം പഴയതുപോലൊക്കെ തന്നെ ഉണ്ടല്ലോ, ഒന്നും മാറിയിട്ടില്ല. അപ്പോഴാണ് ചീഫും അവിടേക്ക് വരുന്നത്. സാർ ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ലീയോടും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവനും ഞെട്ടി എഴുന്നേറ്റ് സോറി സാർ, ഞാൻ അറിയാതെ കയറി ഇരുന്ന് പോയതാണ് എന്നൊക്കെ പറയുന്നത്. ലീയും അവിടെ വിളിച്ചിരുത്തുന്നുണ്ട്. നീ നിന്റെ ട്രയൽ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യണം. നീ എന്തിനാ ജിന്നിനോട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതൊരു ചെറിയ തെറ്റ് പറ്റിയതാണ്, വിധി ഞാൻ മാറ്റി പറഞ്ഞോളാം, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ലിയോടും അയാൾ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അവന് പോകുന്നുണ്ട്. ശേഷം ഇവനും ആ ഒരു ട്രയലും പൂർത്തിയാക്കുന്നുണ്ട്. അവനെ മോഷണ കുറ്റത്തിന് വിട്ടയക്കുന്നുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ആഴ്ചകൾ തോറും ഹാജരാകണം. അവനും അവിടെ ഒരു ക്യാപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവിടെ വന്നിരിക്കുന്നത് ലീയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്. ആ സമയം മീഡിയ ഇവനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൻ മുന്നേ അയാൾക്ക് മരണശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് വലിയ വാർത്തയായിരുന്നു. അവനും അവരോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഞാനിനി കൃത്യമായിട്ടുള്ള ശിക്ഷ വിധിച്ചോളാം. നിങ്ങൾ എല്ലാരും ആഹാരം കഴിച്ചായിരുന്നോ? നിങ്ങൾ റെസ്റ്റ് എടുക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവന് പോകുന്നുണ്ട്. അവൻ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ജഡ്ജാണ്. അവരും പിറപിറക്കുന്നുണ്ട്. ഇവൻ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു ചീഫ് ജഡ്ജ് സംസാരിക്കുന്നത് പോലെയൊക്കെ ഉണ്ടല്ലോ. ഇവന് മുകളിലേക്ക് പോകുമ്പോ ആ ഒരു പെൺകുട്ടി ജിന്നിനെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ലീയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ജിന്നും ഇവളെ നോക്കി പുജിക്കുന്നുണ്ട്. മീഡിയയും ഇവന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവനും ഒരു കാര്യം ഓർമ്മ വരുന്നത്. ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് കങ് എന്നാണ്. ജിന്നിന്റെ 3ാമത്തെ വിക്ടിമിനെ ഒരു കിംചി ഫ്രിഡ്ജിൽ നിന്നിട്ടായിരുന്നു കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇവളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. കൂട്ടുപ്രതി എന്ന് പറഞ്ഞിട്ടാണ് ഇവളെയും വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലീയും അവളെ അന്വേഷിച്ച് താഴേക്ക് വരുമ്പോ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ജിന്നും വഴിയിലൂടെ പോകുമ്പോ ചെറിയൊരു കുട്ടി അവിടെ ഇരിക്കുന്നത് ഇവനും കാണുന്നുണ്ട്. ഈ കൊച്ചുകുട്ടിയെ ഇവൻ അന്ന് കൊന്നിട്ടുണ്ടായിരുന്നു. അത് ലീക്കും അറിയാം. അത് തടയാനാണ് അവനെ നോക്കുന്നത്. ലീയും അവന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് നോക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഓണറും അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാറും കൊണ്ട് അവനൊരു കിംചി റെസ്റ്റോറന്റിൽ വരുന്നുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ ജീനിന്റെ വീട്ടിൽ നിന്ന് ഇവൻ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ക്ലീൻ ചെയ്യുന്ന ബോട്ടിൽ. ഇതൊരു പെൺകുട്ടി വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവൾ ഒരുപാട് എണ്ണം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവളെ അറിയാമോന്ന് അവിടെ എല്ലാവരോടും തിരക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രോസിക്യൂട്ടറും മാച്ച് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു.
അവന്റെ ഇഷ്ടപ്പെട്ട ടീമായ ഈഗിൾസും വിജയിക്കുന്നുണ്ട്. ഇവനും പ്രോസിക്യൂട്ടറെ ജിന്നിന്റെ വീടിന് മുന്നിൽ അയച്ചിട്ടുണ്ട്. അവനെ ഒരിക്കലും വെറുതെ വിടരുത്, അവന്റെ മേല് ഒരു കണ്ണ് വേണമെന്ന് ലീയും പറയുന്നുണ്ടായിരുന്നു. ഈ ജിന്നും ഞാൻ രാത്രി വരാം റെഡി ആയിട്ടിരിക്കാനായിട്ട് ആരോടോ വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് അവന് വീടിന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് പ്രോസിക്യൂട്ടറും കാണുന്നു. ലീയും പ്രോസിക്യൂട്ടറോട് അവനൊരു സീരിയൽ കില്ലറാണ്, 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവൻ ഇത് രാത്രി കൊല്ലുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാനായിട്ട് പോവുകയാണ്. ഇവൻ ടൈം ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് എല്ലാവരോടുമായി പറയാനായിട്ട് സാധിക്കില്ലല്ലോ. പറഞ്ഞാലും ആരും തന്നെ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് അവൻ ആ മെസ്സേജും ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ആ സമയം ഒരു സ്ത്രീ വന്നിട്ട്, നിങ്ങൾ കാണിച്ച ഒരു ഫോട്ടോ ഇല്ലേ, ആ ബോട്ടിൽസ് ഒരു പെൺകുട്ടി ഒരുപാടെണ്ണം വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു, അത് ആ നടന്നു പോകുന്ന പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് ലീ നോക്കുമ്പോ ആ ഒരു ഹാറ്റ് ധരിച്ച ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് ഇവനും കാണുന്നു. അവനും അവളെ ഫോളോ ചെയ്ത് അവളുടെ വീട്ടിലേക്കും പോകുന്നുണ്ട്. അവളെ കഥ കിടക്കാനായിട്ട് നോക്കുമ്പോ ലീയും ആ ഒരു കഥകില് പിടിച്ചു വെക്കുന്നുണ്ട്. അവനെ കാണുമ്പോ അവള് പേടിക്കുന്നു. ജിന്ന് നിന്നെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇവളെ അവൻ കൊല്ലാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അതിനെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനും അവള് വിളിക്കുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിന്റെ അമ്മയെയും നിന്റെ കസിനെയും കൊല്ലുമെന്നവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലേ, എനിക്കെല്ലാം അറിയാം എന്ന് പറയുമ്പോ അവളും നിലത്തിരുന്ന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അവിടെ ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ടായിരുന്നു. ലീയും അത് പോയി തുറന്നു നോക്കുന്നുണ്ട്. ആ ഒരു ഫ്രിഡ്ജിനകത്ത് ഒരു ബോഡി ഉണ്ടായിരുന്നു. അവള് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനായിരുന്നു അന്ന് മരിക്കേണ്ടിയിരുന്നത്, ഞാൻ മരിച്ചാ മതിയായിരുന്നു. ആ ജിന്നും ഇവളെ കൊല്ലാനായിട്ട് വന്ന സമയം ഇവളും അവന്റെ കണ്ണു വെട്ടിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു. ആ സമയം മറ്റൊരു പെൺകുട്ടി ഇവളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവളും എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോ ആ ഒരു പെൺകുട്ടിയും പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ജിന്നും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കല്ലുകൊണ്ട് ആ പെൺകുട്ടിയുടെ തലയ്ക്ക് അവൻ അടിക്കുന്നുണ്ട്. അവളും മരിച്ചു പോകുന്നു. ആ ഒരു പെൺകുട്ടിയുടെ ബോഡിയാണ് ഈ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത്. നിങ്ങളൊരു ജഡ്ജല്ലേ, നിങ്ങൾ എന്തിനാ അവനെ വെറുതെ വിട്ടത്? അവൻ എന്റെ അമ്മയും ആ കുട്ടിയെയും കൊല്ലാനായിട്ട് പോവുകയാണ്. ലീയും ഞാൻ എന്തായാലും അവനെ പിടികൂടും. അത് അവൻ മോഷണക്കുറ്റം ചെയ്തതുകൊണ്ടല്ല, അവനൊരു കൊലപാതകി ആയതുകൊണ്ടാണ്. ഈ ജിന്നും ആ ഒരു ചെറിയ പെൺകുട്ടിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോസിക്യൂട്ടറും അവനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനിപ്പോ ഒരു പ്ലേ ഗ്രൗണ്ടിലാണ് ഉള്ളത്. ലീയും അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? ഞാനെന്തിനാ അവനെ അറസ്റ്റ് ചെയ്യുന്നത്? അവനിവിടെ ചുമ്മാ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ലീയും അവനൊരു സീരിയൽ കില്ലറാണ്. ഒരു പെൺകുട്ടി ഡക്കിന്റെ പടമുള്ള ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവളെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇവന് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ലീക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? നീ ഇപ്പോ അവനെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ ആ പെൺകുട്ടിയെ കൊല്ലും. നീ വെറുതെ ഓരോന്നും ഇല്ലാത്തത് പറയല്ലേ. അപ്പോഴാണ് ഇവനും ജിന്നിനെ ശ്രദ്ധിക്കുന്നത്. അവൻ വല്ലാതെ ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലീയും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോഴാണ് പ്രോസിക്യൂട്ടറും ഇവനെ വിളിച്ചൊരു കാര്യം പറയുന്നത്. ഇവനെ കണ്ട ഉടനെ ആ ജിന്നും ഓടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, അവൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിയതാണ്. അപ്പോഴാണ് ലീയും ഒരു കാര്യം ഓർക്കുന്നത്. ഇവിടെ ഹിഡൻ ക്യാമറ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് അവളും അതാ പാവയിലാണുള്ളത്. ഞാൻ ഇതിന്റെ കാര്യമേ മറന്നുപോയി. ഈ കങ്ങനെ ഭീഷണിപ്പെടുത്താനായിട്ട് അവൻ ഒരു ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അവനും ഓടിയത്. പ്രോസിക്യൂട്ടറോടും നിനക്ക് അവനെ കിട്ടിയോന്ന് ചോദിക്കുമ്പോ അവനും ഇല്ല, ഞാൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്റെ ഫ്രണ്ടില് ഒരു വലിയ പടിക്കെട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനും ജിന്നിന്റെ പുറകെ പോകുന്നുണ്ട്. ജിന്നും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ലീയും അവിടേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രോസിക്യൂട്ടറും അവൻ എവിടെ എത്തി എന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയും എന്റെ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് പോകണം, അവൻ എന്റെ അമ്മയെ കൊന്നുകളയും, നിനക്കൊരു കുഴപ്പവും വരില്ല, അമ്മയ്ക്കും ഒരു കുഴപ്പവും വരത്തില്ല, നീ സമാധാനായിട്ടിരിക്കെ, ഞാൻ നോക്കിക്കൊള്ളാം. പ്രോസിക്യൂട്ടറും തളർന്നിട്ടുണ്ടായിരുന്നു. ഏത് വഴിയിലൂടെയാണ് മുകളിലേക്ക് പോകാൻ പറ്റുക എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. നോക്കുമ്പോ അവനും ഒരു റോഡിലൂടെ ഓടി ഇറങ്ങി വരുന്നത് ലീയും കങ്ങും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നീ ഏറ്റു പറയണം, ആ ജിന്നെന്ന കൊലപാതകിക്ക് ഞാൻ മരണശിക്ഷ നൽകുകയാണ്. അവളും അത് ഏറ്റു പറയുന്നുണ്ട്. അത് നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ആ കാറും എടുത്ത് വളരെ വേഗത്തിൽ ജിന്നിനെയും ഇടിച്ചിടുന്നുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.